Good morning to all. Welcome to Bosco Campus Vision. This is Asha SP, Assistant Professor of PG Department of Commerce. So we are on the 55th lecture of Income Tax Law and Practice, which is a general paper for MCOM students who are dealing with finance, as well as a general paper of BCom Tax Procedure and Practices. So we are dealing with the topic income from house property, okay, which is the second head of income under the Income Tax Act of 1961. So the last class we have discussed about some problems relating to income from house property and pre-construction interest, etc. So today we are going to discuss about one of the most important topic under income from house property, that is unrealized rent. What do you mean by unrealized rent? Rent which is not recovered by the SSC. അപ്പോൾ നമുക്കറിയാം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ലെറ്റ് ഔട്ട് ഹൗസ് എന്നും സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് എന്നും. ലെറ്റ് ഔട്ട് ഹൗസ് മീൻസ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന വീട്. സെൽഫ് ഒക്കുപ്പൈഡ് മീൻസ് ഞാൻ സ്വന്തമായിട്ട് താമസിക്കുന്ന വീട്. ഓക്കെ, സോ ഇവിടെ രണ്ട് ആൾക്കാരുണ്ട്, ഒന്ന് ടെനന്റും ഒന്ന് ലാൻഡ് ലോഡും. ഓർത്തിരിക്കുക, ഒന്ന് ടെനന്റും ഒന്ന് ലാൻഡ് ലോഡും. അപ്പൊ ഈ കൺസെപ്റ്റ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസും ബാക്കി പ്രൊവിഷൻസും പഠിക്കാൻ പറ്റൂ. ഒന്ന് ടെനന്റും ഒന്ന് ലാൻഡ് ലോഡും. ടെനന്റ് എന്ന് പറയുന്നത് ഞാൻ ആർക്കാണോ വാടകയ്ക്ക് കൊടുക്കുന്നത് അയാളെയാണ് ടെനന്റ് എന്ന് വിളിക്കുന്നത്. ലാൻഡ് ലോഡ് എന്ന് വിളിക്കുന്നത് ദി ഓണർ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി. നമുക്കറിയാം. ഇനി ഓണർ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആസസി. ബിക്കോസ് ഓണർ ഓഫ് ദി ഹൗസ് പ്രോപ്പർട്ടി ആണ് ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കുന്നത്. സോ ആർ യു ക്ലിയർ? സോ ദർ ഇസ് ഓണർ ആൻഡ് ടെനന്റ്. ഓണറിനെയാണ് നമ്മൾ ലാൻഡ് ലോഡ് അല്ലെങ്കിൽ അസസി എന്ന് വിളിക്കുന്നത്. ആൻഡ് ഹി ഈസ് ലയബിൾ ടു പേ ടാക്സ് ടു ദി ഗവൺമെന്റ് റിഗാർഡിംഗ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. സോ വി ഹാവ് unrealized rent. Unrealized rent means rent which is not recovered by the owner of the property. നമുക്ക് കിട്ടാതിരിക്കുന്ന റെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? unrealized rent. And this unrealized rent must be deducted from annual value. Okay, must be deducted from annual value. നമ്മൾ നോർമലി ഗ്രോസ് ആനുവൽ വാല്യൂ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുമല്ലോ. അപ്പൊ അതിനുശേഷം നമുക്ക് അൺറിയലൈസ്ഡ് റെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ അൺറിയലൈസ്ഡ് റെന്റും ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നിന്ന് ആ മുനിസിപ്പൽ ടാക്സ് കഴിഞ്ഞ് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് അൺറിയലൈസ്ഡ് റെന്റും നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാം. ആർ യു ക്ലിയർ? സോ ഇവിടെ ഇനി ഈ അൺറിയലൈസ്ഡ് റെന്റ് കുറയ്ക്കണമെങ്കിൽ four conditions satisfy ചെയ്തിരിക്കണം. And these four conditions are known as rule 4. Conditions of rule 4. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞ് കണ്ടീഷൻ ഓഫ് റൂൾ 4 എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ അൺറിയലൈസ്ഡ് റെന്റ് ആ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നിന്ന് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ലെസ് ചെയ്യാൻ പറ്റൂ ഇഫ് ദ കണ്ടീഷൻസ് ഓഫ് റൂൾ 4 ആർ സാറ്റിസ്ഫൈഡ്. അപ്പൊ നമുക്ക് നോക്കാം വാട്ട് ആർ ദി conditions. First one is the tenancy is bona fide. Bona fide means real. ആ ടെനൻസി എന്ന് പറയുന്നത് റിയൽ ആയിരിക്കണം. ഓക്കെ, ദാറ്റ് മീൻസ് എനിക്കൊരു വീടുണ്ട്, അവിടെ വെറുതെ ഞാനൊരാളിനെ വാടകയ്ക്കെടുത്തെന്ന് ഞാൻ സങ്കല്പിക്കുമല്ല, അങ്ങനെ റിയൽ ആയിട്ടുള്ള ഒരാള് അവിടെ ഉണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് the tenancy is bona fide or bona fide means real. അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരിക്കണം. Then second one is the defaulting tenant has vacated the property. Defaulting tenant എന്ന് പറയുന്നത് default means default വരുത്തുന്ന ആരാണോ റെന്റ് തരാത്ത ടെനന്റ് അയാളെയാണ് നമ്മൾ defaulting tenant എന്ന് വിളിക്കുന്നത്. The defaulting tenant has vacated the house property. ഒന്നെങ്കിൽ അയാൾ ഹൗസ് പ്രോപ്പർട്ടി വെക്കേറ്റ് ചെയ്തിരിക്കണം or adequate steps have been taken to vacate the property. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ അൺറിയലൈസ്ഡ് റെന്റ് കുറയ്ക്കണമെങ്കിൽ അത് നമുക്ക് കിട്ടത്തില്ലെന്നുള്ള ബോധ്യം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ബാഡക്സ് പോലെ കിട്ടാക്കടം എഴുതി തള്ളുമല്ലോ, അതുപോലെ തന്നെ ഒരു ഐറ്റമാണ് അൺറിയലൈസ്ഡ് റെന്റ്. നമുക്ക് കിട്ടത്തില്ലെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് അൺറിയലൈസ്ഡ് റെന്റ് എന്ത് ചെയ്യാൻ പറ്റൂ? കുറയ്ക്കാൻ പറ്റൂ. തേർഡ് അപ്പാണ് ഒന്നുകിൽ defaulting tenant has vacated the property. അവർ പ്രോപ്പർട്ടി വെക്കേറ്റ് ചെയ്ത് പോയി, നമുക്ക് റെന്റ് കിട്ടിയില്ല. or steps have been taken to vacate the property. ഞാൻ എന്ത് ചെയ്തു? ലീഗൽ സ്റ്റെപ്സ് എടുത്തു in order to vacate that particular tenant from our property. Then the third one is defaulting tenant does not occupy any other property of the assessee. But defaulting tenant എന്റെ വേറെ ഏതെങ്കിലും ഹൗസ് പ്രോപ്പർട്ടി ഒക്കുപ്പൈ ചെയ്യരുത്. അപ്പൊ ഒക്കുപ്പൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അയാളുടെ നമുക്ക് എന്ത് കിട്ടും? റെന്റ് കിട്ടും. Okay, but the defaulting tenant is not occupying any other house property of the
assessing. Okay, and the fourth one is assessee has taken. Assessee എന്ന് പറയുന്നത് ഇവിടെ owner of the property അല്ലെങ്കിൽ landlord ആണ്. The assessee has taken sufficient steps to legally proceed to recover the tenant which could not be realized. ആ unrealized rent കിട്ടാനുള്ള എല്ലാ legal steps assessee എടുത്തിരിക്കണം. Or he could convince the assessing officer that the steps would be failure. അല്ലെങ്കിൽ അയാൾ എടുത്ത സ്റ്റെപ്സ് എല്ലാം ലീഗൽ സ്റ്റെപ്സ് അയാൾ എടുത്തു, പക്ഷെ എന്നിട്ടും റെന്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അസസിംഗ് ഓഫീസറെ കൺവിൻസ് ചെയ്യണം, ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും സ്റ്റെപ്സ് എടുത്തു, പക്ഷേ എനിക്ക് ഇതുവരെ അൺറിയലൈസ്ഡ് റെന്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഈ കണ്ടീഷൻസ്, ഈ 4 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അൺറിയലൈസ്ഡ് റെന്റ് ലെസ് ചെയ്യാൻ പറ്റും. So that's all about with the provisions relating to unrealized rent, and it is defined, it is known as conditions of rule 4. So that's all about with the provisions relating to unrealized rent. So 4 points ആണുള്ളത്. So നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ 4 മാർക്സ് അല്ലെങ്കിൽ 2 മാർക്സിന് ചോദിച്ചിട്ടുള്ള പോർഷൻസ് ആണ്. Okay, so that's all about with today's session. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സെഷനുമായിട്ട് കാണാം. So this is Asha SP signing off from Bosco Campus Vision.